എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വളരെ പ്രിയങ്കരമായ ഒലീവിയ ഡിസൈൻസിലെ മാഡവും സാറും എംപ്ലോയീസ് നേരിട്ട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് കേട്ടോ, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ലോ റേറ്റിൽ കിട്ടുന്നുണ്ട്, ഹാപ്പിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ഇവരുടെ കസ്റ്റമേഴ്സ് 100% ഹാപ്പിയാണോ? ഇതിനെക്കുറിച്ച് ഞാനൊരു സ്റ്റഡി നടത്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്നിട്ട് തീരുമാനിച്ചോ, ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ, സ്റ്റാഫ് മാത്രമാണോ പ്രശ്നങ്ങൾ നേരിടുന്നത്, അതോ കസ്റ്റമേഴ്സും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇപ്പോൾ നമുക്ക് വളരെ പ്രിയങ്കരമായി നിൽക്കുന്ന ഒലീവിയ ഡിസൈൻസ്. ഇവരെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ പ്രശ്നം കത്തി നിൽക്കുന്ന കുറേ ഇഷ്യൂസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇവരുടെ ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ ആദ്യമായിട്ട് നോക്കിയത്. ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവർ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൽ നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവർ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും എല്ലാവരും അവരുടെ ബേസിക് ആയിട്ടുള്ള ടേംസ് ഇടും. അപ്പോൾ ഇതാണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നോ ക്യാഷ് ഓൺ ഡെലിവറി, നോ റീഫണ്ട്. ഈ സാധനം കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡാമേജ് ആണെങ്കിലും അല്ലെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ആദ്യം പൈസ അടയ്ക്കണം. റീഫണ്ട് തരത്തില്ല. അതിൽ നിന്ന് തന്നെ അവരുടെ പ്രോഡക്റ്റിൽ അവർക്ക് എന്തോരം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് ഡയലിൽ ഞാൻ നോക്കുകയാണ്, കാരണം യൂട്യൂബിൽ കമൻസ് എല്ലാം ഓഫ് ആയതുകൊണ്ട് ഇവരുടെ ഇഷ്യൂസ് ഒന്നും നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ജസ്റ്റ് ഡയലിൽ വരുമ്പോഴത്തേനും അത് ഉപയോഗിച്ച കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്ന റിവ്യൂവും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം 1-2 എന്നൊക്കെയാണ് റിവ്യൂസിൻ്റെ റേറ്റിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില യൂസേഴ്സിൻ്റെ റിവ്യൂ, വെരി ബാഡ് കസ്റ്റമർ സർവീസ്. ഇതെനിക്കൊന്ന് ഷോപ്പായിരിക്കും, ഓൺലൈൻ സർവീസ് ആകാൻ ചാൻസ് ഇല്ല. എന്നാലും എല്ലാവരും കൊടുത്തിരിക്കുന്ന റേറ്റിങ്ങും 1 കൊടുത്തിരിക്കുന്നത്. ഫിസിക്കലായിട്ട് കാണുന്ന ഷോപ്പിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് ഷോപ്പിലാണോ ഓൺലൈനിലെ പ്രശ്നങ്ങളാണോ ഈ കസ്റ്റമേഴ്സ് കമൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എവിടെ ആണെങ്കിലും കസ്റ്റമേഴ്സ് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ജീന എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് 5 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ഇത് വെച്ചിട്ട് മെജോറിറ്റി നമുക്ക് കണക്കാക്കാം. കൂടുതൽ ആൾക്കാർ എന്ത് പറയുന്നു എന്നതിനെ അപേക്ഷിച്ച് നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാം. ഇപ്പം ഞാൻ പല തരത്തിലൂടെ ഇതിനകത്തൂടെ എല്ലാം തപ്പി നോക്കുന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ വന്നതിൽ മെജോറിറ്റി ആൾക്കാരും വളരെ കുറഞ്ഞ റേറ്റിങ്ങും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കൂടുതൽ ആൾക്കാരും കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതി ശരിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ എന്തായത് ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് റിവ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ കുർത്ത ഷോറൂമാണ് ഒന്ന് മറ്റേ മാവേലിക്കര ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ അവിടുത്തെ ഉണ്ട്, നമ്മളുടെ അടൂരയുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും കസ്റ്റമേഴ്സ് ഇട്ടേക്കുന്ന റിവ്യൂ. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക, എല്ലാം അത്യാവശ്യം മോശമായിട്ടുള്ള റിവ്യൂസ് തന്നെയാണ് ഇട്ടേക്കുന്നത്. വെരി ബാഡ് കസ്റ്റമർ സർവീസ്, അതാണ് മികച്ച് നിൽക്കുന്ന ഒരു കസ്റ്റമേഴ്സിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കൂടിയ റേറ്റിങ്സും കൊടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാം മിക്സഡ് ആണല്ലോ. നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് മെജോറിറ്റി നോക്കാം. അതുകൊണ്ട് ഒരു കസ്റ്റമർ ജസ്റ്റ് ഓക്കെ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ എന്നിട്ടിട്ടുണ്ട്. ഒരാളുടെ ഈ കസ്റ്റമർ സർവീസ് ഈസ് വെരി ബാഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരാൾ 4 സ്റ്റാർ റേറ്റിംഗ് അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നോക്കുമ്പോഴും വെരി ബാഡ് കസ്റ്റമർ സർവീസ്, കസ്റ്റമേഴ്സ് കിങ് ആണ്, എൻ്റെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് അവർ 1 വീതം 3 നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കസ്റ്റമേഴ്സിനെ കൈവിടില്ല, പക്ഷേ ആ കസ്റ്റമേഴ്സിലും സംതൃപ്തി കുറവ് വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ അടൂരെ ഒലീവിയയുടെ കഥയിലേക്ക് വരാം. ഇത്ര നേരം നമ്മൾ കണ്ടത് അവർ മാവേലിക്കര ഉണ്ടായിരുന്ന സമയത്താണ്. റേറ്റിംഗ് നോക്കുക, 3.3 ആണ് 5-ൽ. അതിനകത്തും ഇതുപോലെ ഉണ്ട്, ചീപ്പ് ക്വാളിറ്റി ആൻഡ് പുവർ സർവീസ്. ആ പുവർ സർവീസ് നോട്ട് ചെയ്യുക, ചീപ്പ് ക്വാളിറ്റി നോട്ട് ചെയ്യുക. ഇതിവരുടെ അടൂരാണല്ലോ ഇപ്പോൾ കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് കുറേ 4 സ്റ്റാറിങ് ഒക്കെ വന്നിട്ടുണ്ട്, ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. 1 സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയെന്ന്. ഇറ്റ്സ് മീ കൺമണിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പോൾ കൺമണി ചോദിച്ചിരുന്നത് ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. ഇത് അവർ എംപ്ലോയീസിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്, കസ്റ്റമേഴ്സിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ
കസ്റ്റമേഴ്സും റിവ്യൂസ് ഇട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് കൺമണിയുടെ വീഡിയോയുടെ അണ്ടറിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസോട് ഒന്ന് നോക്കാം. അതിനകത്ത് ഈ എംപ്ലോയീസിൻ്റെ വിഷയമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, കസ്റ്റമർ ഓറിയൻറ്റഡ് കമൻസ് ആണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യത്തെ കമൻറ്റ് ശ്രദ്ധിക്കുക. ഒരിക്കൽ ഡ്രസ്സ് വാങ്ങിയിരുന്നു, കറക്റ്റ് സൈസല്ല, ക്വാളിറ്റിയും ഇല്ലായിരുന്നു, അതോടെ നിർത്തി. ഞാൻ അവരുടെ ഷോപ്പിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുത്തു, വളരെ മോശം ആയിരുന്നു. ഇത് ഷോപ്പിൽ പോയതാണ്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്ന ഓൺലൈൻ ഷോപ്പിൻ്റെ തന്നെ ആയിരിക്കും ആ കസ്റ്റമർ ഉദ്ദേശിച്ചത്. ശരി, നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് മുകളിൽ കിടക്കുന്ന കമൻറ്റാണ്. ഞാനൊരു ടോപ്പ് എടുത്തിരുന്നു, അത് വളരെ മോശമായതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല. ഫോട്ടോ സഹിതം അവർക്ക് അയച്ചു കൊടുത്തിട്ടും റിപ്ലൈ തന്നില്ല. കംപ്ലൈൻറ്റ് അയച്ചു കൊടുത്തിട്ടും റിപ്ലൈ തരാത്തൊരു കമൻറ്റാണ് ആദ്യത്തത്. ഈ രണ്ടാമത്തെ അവരുടെ ഷോപ്പിലെയാണ്. ഞാനൊരു ടോപ്പ് വാങ്ങിക്കാനായി ചെന്നു, കൊള്ളില്ല, വേണ്ടെന്ന് പറഞ്ഞ് വിടുകയുമില്ല, അപ്പുറത്തുണ്ട് മുകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് അവരുടെ ബിസിനസ് കൂട്ടാനുള്ള ടെക്നിക്കായിരിക്കും. ഇത് തന്നെ ആയിരിക്കാം ഓൺലൈനിലും ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ കമൻറ്റാണ് നമ്മുടെ ഫോക്കസ്. ഞാനൊരു ടോപ്പ് വാങ്ങി, ഒരു കാശിനും കൊള്ളില്ല, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത തുണി, മോശം 100% മോശം തുണി. അതൊരു നെഗറ്റീവ് കമൻറ്റാണ്. പക്ഷേ ഒരു പോസിറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് നല്ലത്. 40 മേടിച്ചു, 40 അവരുടെ കയ്യിലുണ്ട്, എല്ലാം കിട്ടില്ല സാധനമെന്നും പറഞ്ഞിട്ടൊരു റിവ്യൂ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പരിഗണനയിലെടുക്കാം. നമുക്ക് പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തും ഒരു കൊള്ളില്ല, ക്വാളിറ്റി കൊള്ളില്ല എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത കമൻറ്റിലേക്ക് പോവാം. ഇത് അടുത്ത കമൻറ്റാണ്. ഞാൻ 1-2 ടോപ്സ് ആദ്യം എടുത്തിരുന്നു, അതിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് എടുത്ത ടോപ്പ് കീറിയതായിരുന്നു. അത് മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ അവർ എന്നോട് ചൂടായി. കംപ്ലൈൻറ്റ് നമ്പറിൽ പറഞ്ഞു, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. എൻ്റെ ക്യാഷ് പോയി കിട്ടി. കാരണം അവർക്ക് റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, നോ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. സോ എന്തെങ്കിലും ഡാമേജ്ഡ് പീസ് ആണെങ്കിൽ നിങ്ങൾ സഹിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു നടപടി അതിനകത്തില്ല. സോ സഹിക്കുക, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അശ്വതി മനോജിൻ്റെ അതിമാസ്മരികമായ ഒരു കമൻറ്റാണ്. ഒലിവിയ നല്ലതല്ലേ, അടിപൊളി ഡ്രസ്സാണ് കിട്ടിയത്, പിന്നെ വില കുറവാണ്, അതുമാത്രമല്ല അച്ചൂസ് നല്ല പേഴ്സണാണ്. ആ ഒരു സാധനത്തെ മാത്രം എനിക്ക് ഡൗട്ടുണ്ട്. ഈ അശ്വതിൻ്റെ തന്നെയാണോ ഈ അശ്വതി മനോജ് എന്ന് എനിക്കറിയില്ല. അടുത്ത കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഉണ്ടായ 40 ഇഞ്ച് ഡ്രസ്സ് ഓർഡർ ചെയ്താൽ 44 ഇഞ്ച് ഡ്രസ്സ് അയച്ചു തരുന്ന അച്ചുവിൻ്റെ സ്റ്റാഫ് എൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തരാം. 4 ടോപ്പ് ഇരിപ്പുണ്ട്. കംപ്ലൈൻറ്റിന് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും നല്ല മറുപടിയില്ല. അതായത് ഓർഡർ ചെയ്തതിനെക്കാട്ടിലും വലിയതോ ചെറുതോ ആയ സൈസ് അയച്ചു തരും. കാരണം അവർക്ക് വിറ്റുപോകുന്നവർ അയച്ചു തരും. തിരിച്ച് എടുക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. റീഫണ്ട് ഇല്ല, റിട്ടേൺ ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഇതും അതിമനോഹരമായ ഒരു പോസിറ്റീവ് കമൻറ്റാണ്. ഞാൻ സ്ഥിരം കസ്റ്റമറാണ്, എനിക്ക് നല്ല അഭിപ്രായം മാത്രം. നന്നായി അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. രണ്ടാമത്തെ, ഞാനൊരു ടോപ്പ് വാങ്ങി, വളരെ മോശമാണ്, കൊറിയർ ചാർജസ്, ടാക്സ് ഇതൊക്കെ വാങ്ങി. ഇതെനിക്ക് അറിയില്ല, ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. എന്തായാലും അത് ജെനുവിൻ കസ്റ്റമർ ആണെങ്കിൽ അതും സാറ്റിസ്ഫൈഡ് അല്ല ആ കസ്റ്റമർ. ആദ്യത്തെ കസ്റ്റമർ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യണം. അതായത് നോക്കുക, ഞാൻ XXL 8 ടോപ്പുകൾ വാങ്ങി. ബട്ട് അതിൽ 4 കറക്റ്റ് സൈസും ബാക്കി 4 കറക്റ്റ് സൈസല്ല. അതാണ് സംഭവം. അതായത് 8 വാങ്ങി 4 കറക്റ്റ്, 4 കറക്റ്റ് അല്ല. അതാണ് ഇവർ ഓൺലൈനിൽ കൂടെ നമ്മൾ ഓർഡർ എടുക്കും, കറക്റ്റ് ആവാത്ത സാധനങ്ങളും നമുക്ക് അയച്ചു തരും. കാരണം റിട്ടേൺ എടുക്കാൻ പറ്റാത്ത കാരണം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു അനുഭവമാണ് ഈ കസ്റ്റമറും പങ്കുവെക്കുന്നത്. അടുത്താണ്, ഞാനൊരു ടോപ്പ് എടുത്തിരുന്നു, അത് വളരെ മോശമായതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല. ഫോട്ടോസ് ചെയ്ത അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടും നോ റിപ്ലൈ തരില്ല. കാരണം അവർ ഓൾറെഡി അതിനകത്തെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിന് ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവിനായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലും തിരിച്ചെടുക്കില്ല. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും എക്സിക്യൂട്ടീവിനോട് ഉറപ്പ് വരുത്തണമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കസ്റ്റമേഴ്സും അത്രയ്ക്ക് ഹാപ്പിയൊന്നുമല്ല. കാരണം ഇവർക്ക് റിട്ടേണോ റീഫണ്ടോ ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അതുകൊണ്ട് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ എടുക്കുന്ന ഡ്രസ്സിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ബന്ധപ്പെടുന്ന എക്സിക്യൂട്ടീവിനായിരിക്കുന്നു. അതായത് ഉത്തരവാദിത്തം ആ എക്സിക്യൂട്ടീവിൻ്റെ തലക്കോട്ട് അടിച്ചു. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? ഇപ്പോൾ സൈസ് മാച്ച് ആവാത്ത സാധനം ഒരാൾ ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓർഡർ ചെയ്തെങ്കിൽ അവർക്ക് പറ്റാത്തോ ഡാമേജ് ആയ പീസോ അയച്ചു കൊടുത്ത് ആ കസ്റ്റമറിനെ അങ്ങ് നശിപ്പിക്കും.
അപ്പോൾ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് നന്നായിരിക്കട്ടെ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ. പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ഒലീവിയ ഡിസൈൻസ് സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ കസ്റ്റമർ ഹാപ്പിയാണ്, ഞങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ കൈവിടാത്ത ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കസ്റ്റമർ കംപ്ലയിൻസും കൂടെ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ പൂർണ്ണമായ ക്വാളിറ്റിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഡാമേജ്ഡ് പീസ് ആണെങ്കിൽ അത് മാറിക്കൊടുക്കണം, ഇല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് കൂടെ സോൾവ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.